ഉള്ളിത്തണ്ട് കൊണ്ട് പല കറികൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇത്തരത്തിലൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ആവശ്യമായ സാധനങ്ങൾ: സവാള ഒരെണ്ണം, പച്ചമുളക് ഒരെണ്ണം, തക്കാളി 2 എണ്ണം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, ഉള്ളിത്തണ്ട് 1 പിടി. വൻപയർ കുതിർത്ത് വെച്ചത് 1/2 കപ്പ്. അരപ്പിന് തേങ്ങ അരമുറി, പെരിഞ്ചീരകം 2 ടേബിൾ സ്പൂൺ, ഏലയ്ക്ക 1, ഗ്രാമ്പൂ 2, കറുവാപ്പട്ട 1, കുരുമുളക് 1 ടീസ്പൂൺ, ഇഞ്ചി 1 എണ്ണം ചെറിയ കഷ്ണം, വെളുത്തുള്ളി 10 അല്ലി, ചുവന്നുള്ളി 10 എണ്ണം, കറിവേപ്പില. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറു ചൂടാക്കിയത് 2 ടേബിൾ സ്പൂൺ, ഉപ്പ്, വെളിച്ചെണ്ണ, പയറ് വേവിച്ച വെള്ളം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ട് പൊട്ടിയ ശേഷം സവാള അരിഞ്ഞത്, പച്ചമുളക് എന്നിവ ഇടുക. സവാള നന്നായി വഴന്നു വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ പുഴുങ്ങി തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുക. ഇവയെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇവ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും ചൂടാക്കിയത് എന്നിവയിട്ട് വഴറ്റുക. അതിനുശേഷം വേവിച്ചു വെച്ചിട്ടുള്ള വൻപയർ ചേർക്കുക. നല്ലതുപോലെ ഇളക്കി ചേർക്കുക. ആവശ്യത്തിനുപ്പും വൻപയർ വേവിച്ച വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. നന്നായി വറ്റിക്കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം. വറുത്ത് മൃദുവായി അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളത്തിൽ ജാറ് കഴുകി ഒഴിക്കുക. സാവധാനം ഇളക്കി ചേർത്ത് തിള വരുമ്പോൾ കറിവേപ്പില ചേർക്കുക. ചപ്പാത്തി, പൂരി, പാലപ്പം, വെള്ളയപ്പം ഏതിൻ്റെ കൂടെയും രുചികരമാണ് ഈ ഉള്ളിത്തണ്ട് മസാലക്കറി.